നമസ്കാരം. 2024 ജൂലൈ 7 മുതൽ 13 വരെയുള്ള ആഴ്ചയിൽ ഓരോ നാളുകാർക്കും അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. അശ്വതി, മുൻകാല സുഹൃത്തുക്കളുമായി ഒത്തുചേരും. തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കും. വിവാഹ ആലോചനകളിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ഭക്ഷണസുഖം വർദ്ധിക്കും. ഭരണി, ആരോഗ്യപരമായി വാരം അനുകൂലമാണ്. രോഗദുരിതത്തിൽ ശമനമുണ്ടാകാം. സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണം വർദ്ധിക്കും. പണമിടപാടുകളിൽ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും. കാർത്തിക, ഭൂമി വിൽപ്പനയിൽ തീരുമാനമുണ്ടാകും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടം കൈവരിക്കും. സുഹൃത്തുക്കൾ വഴി ഗുണഫലങ്ങൾ ഉണ്ടാവാം. സർക്കാർ ആനുകൂല്യം ലഭിക്കും. രോഹിണി, ശാരീരികവും മാനസികവുമായ ക്ഷീണം അനുഭവപ്പെടും. പ്രധാന തൊഴിലിൽ നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കേണ്ടതായി വന്നേക്കാം. ഉദ്ദിഷ്ട കാര്യങ്ങളിൽ വിജയം കാണുകയില്ല. ബന്ധുഗുണം അനുഭവിക്കും. മകയിരം, വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്താൻ സാധിക്കും. വിദേശ തൊഴിലിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ബന്ധുക്കൾ തമ്മിൽ ഭിന്നതയുണ്ടാകും. ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ ശമിക്കുകയും ചെയ്യും. തിരുവാതിര, ആയുധം, വാഹനം ഇവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഭവനത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. പൊതുരംഗത്ത് പ്രശസ്തിയേറും. സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം ലഭിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി കൈവരിക്കുകയും ചെയ്യും. പുണർതം, സാമ്പത്തിക വിഷമതകൾ നേരിടും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാവാം. വ്യവഹാരങ്ങളിൽ തിരിച്ചടികൾ നേരിടും. യാത്രകൾ വേണ്ടിവരും. ഭക്ഷണസുഖം കുറയും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കും. പൂയം, ചികിത്സകളിൽ കഴിയുന്നവർക്ക് ഔഷധ സേവ അവസാനിപ്പിക്കുന്നതിന് സാധിക്കും. ധനപരമായി വാരം പൊതുവെ അനുകൂലമല്ല. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. മനസ്സുഖം കുറയും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകും. ആയില്യം, അനാവശ്യമായ പണച്ചെലവ് നേരിടും. അമിതമായ ചെലവിനെതിരെ ജാഗ്രത പാലിക്കുക. കൂടുതൽ യാത്രകൾ വേണ്ടിവരും. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനമുണ്ടാകും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ നേട്ടങ്ങൾ കൈവരിക്കും. ബിസിനസ് പൊതുവെ പുഷ്ടിപ്പെടും. മകം, അവിചാരിത യാത്രകൾ വേണ്ടിവരും. എല്ലാ കാര്യങ്ങളിലും മാനസിക സന്തോഷം വർദ്ധിക്കും. അകന്നു കഴിഞ്ഞിരുന്ന സുഹൃത്തുക്കൾ ഒത്തുചേരും. ഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. വാക്കുറപ്പിച്ച ഭൂമി വിൽപ്പന മാറിപ്പോകുന്നതിന് സാധ്യതയുണ്ട്. പൂരം, ബിസിനസ്സിൽ പണച്ചെലവ് അധികരിക്കും. ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നതകൾ ശമിക്കും. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും. തൊഴിൽ രംഗത്ത് നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കേണ്ടതായി വന്നേക്കാം. ബിസിനസ്സിലും നേട്ടങ്ങൾ ഉണ്ടാക്കാം. ഉത്രം, പൊതുവെ അനുകൂലമായ വാരമാണ്. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കും. ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും. മനസ്സിൻ്റെ സന്തോഷം വർദ്ധിക്കും. പണച്ചെലവ് അധികരിക്കും. കൈമോശം വന്ന സാധനങ്ങൾ തിരികെ ലഭിക്കും. അത്തം, ബന്ധുക്കൾ തമ്മിലുള്ള അകൽച്ച അവസാനിക്കും. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾക്ക് സാധ്യത നിലനിൽക്കുന്നു. സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാം. ധനപരമായി അനുകൂല വാരമാണ്. പ്രണയബന്ധിതർക്ക് മുതിർന്നവരിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കുകയും ചെയ്യും. ചിത്തിര, കൃഷിഭൂമിയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കും. തൊഴിൽപരമായ മേന്മ വർദ്ധിക്കും. അനാവശ്യമായ അലസത പിടിപെടും. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാകും. ചോതി, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം. വിവാഹ ആലോചനകളിൽ പുരോഗതി ഉണ്ടാകും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരാം. ബിസിനസ്സിൽ ധനനഷ്ടം നേരിടും. മംഗളകർമ്മങ്ങളിൽ സകുടുംബം സംബന്ധിക്കുകയും ചെയ്യും. വിശാഖം, പുതിയ വാഹനം വാങ്ങുവാൻ അവസരമൊരുങ്ങും. അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലമാണ്. സാമ്പത്തിക വിഷമതകൾ മറികടക്കും. മനസ്സിനെ അനാവശ്യ ചിന്തകൾ അലട്ടും. വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും. അനിഴം, ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കുകയും മനസ്സന്തോഷം ലഭിക്കുകയും ചെയ്യും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. പുതിയ വസ്ത്രാഭരണങ്ങൾ ഉപഹാരമായി ലഭിക്കാനിടയുള്ള കാലമാണ്. വിവാഹം വാക്കുറപ്പിക്കും. തൃക്കേട്ട, സന്താനങ്ങൾക്കായി പണച്ചെലവ്. ഇരുചക്രവാഹനം മൂലം ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നടപ്പാകില്ലെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ സാധ്യതമാകും. ഉദരസംബന്ധമായ വിഷമതകൾക്കായി ഔഷധ സേവ വേണ്ടി വന്നേക്കാം. അടുത്ത ബന്ധുക്കൾക്ക് രോഗദുരിത സാധ്യത നിലനിൽക്കുന്നു. മൂലം, തർക്കവിഷയങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കണം. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിവാസം വേണ്ടി വന്നേക്കാം. മേലധികാരികളിൽ നിന്ന് സൗഹാർദ്ദപരമായ സമീപനം പ്രതീക്ഷിക്കാം. പൂരാടം, കർമ്മരംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മാതൃഗുണം പ്രതീക്ഷിക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയേറും. അംഗീകാരങ്ങളും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാധിക്കും. ഉത്രാടം, വിവാഹ ആലോചനകളിൽ അനുകൂലമായ തീരുമാനം എടുക്കാൻ സാധിക്കും. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. ആഡംബര വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. തിരുവോണം,
അസമയത്തുള്ള യാത്ര ഒഴിവാക്കുക. മത്സര പരീക്ഷകളിൽ വിജയസാധ്യത കാണുന്നു. ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറും. മാനസിക സംഘർഷങ്ങൾ അധികരിക്കും. ജീവിത പങ്കാളിയിൽ നിന്നുള്ള പിന്തുണ കുറയുകയും ചെയ്യും. അവിട്ടം, വാക്സാമർഥ്യം മുഖേന കാര്യവിജയമുണ്ടാകും. സഹപ്രവർത്തകരുടെ അനുമോദനം ലഭിക്കും. പിതൃഗുണവും ലഭിക്കാനിടയുള്ള കാലമാണ്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മാനസിക സംഘർഷങ്ങൾക്ക് ഇടയാക്കുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം. മുൻകോപം നിയന്ത്രിക്കേണ്ടതാണ്. ചതയം, ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ശമിക്കും. ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്ക് കാര്യങ്ങൾ പൊതുവെ കഠിനമായിരിക്കും. തൊഴിൽ രഹിതർ നടത്തുന്ന പരിശ്രമങ്ങൾ വിജയിച്ചു എന്ന് വരില്ല. വിവാഹകാര്യത്തിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ മാറും. പൂരുരുട്ടാതി, മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ വിജയിക്കും. സന്താനങ്ങൾ മുഖേന മനസ്സന്തോഷം അനുഭവപ്പെടുന്ന കാലമാണ്. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. പൊതുവെ എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസം വർദ്ധിക്കും. ഉത്രട്ടാതി, കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധ്യതയുണ്ട്. യാത്രകൾ മുഖേന ഗുണം ലഭിക്കും. സാമൂഹ്യ സാഹിത്യ രംഗത്തുള്ളവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. രേവതി, ജലജന്യ രോഗ സാധ്യത നിലനിൽക്കുന്നു. പ്രണയബന്ധിതർക്ക് അനുകൂലമായ ബന്ധുജന സഹായം ലഭിക്കും. ബിസിനസ്സിൽ പണം മുടക്കി വിജയം നേടുന്നതിന് സാധിക്കും. പഠനരംഗത്ത് മികവ് പുലർത്തും. സ്വദേശം വിട്ട് സഞ്ചരിക്കേണ്ടതായി വന്നേക്കാം. നമസ്കാരം.